അത് പണ്ട് അമ്മൂമ്മയുടെ ദേഹത്തേറിയ രക്ഷയെ അപ്പൂപ്പ ഒരു മരപ്പാവയാക്കിയിട്ട് അമ്മൂമ്മയുടെ രക്ഷയ്ക്കായി പൂജാമുറി സ്ഥാപിച്ചു. അത് ആ കൃഷ്ണവിഗ്രഹം. അത് കൃഷ്ണവിഗ്രഹമൊന്നുമല്ല. നോക്കി വെച്ച വിഗ്രഹം കാണുന്നപ്പോ ഈ പാവയ്ക്കൊരു കൃഷ്ണൻ ലുക്ക് തോന്നി. അങ്ങനെ സമയം കളയണ്ടല്ലോ എന്നോർത്ത് എടുത്തുകൊണ്ട് വന്നതാ. ദുർമന്ത്രവാദത്തിലെ പെരുമന്ത്രവാദം. എന്നിട്ട് അതിന് എണ്ണിയാ തീരാത്ത ശക്തിയുണ്ട്. അത് പിടിച്ചു മരിക്കുന്ന ആൾക്ക് അതേ ദിവസം പുനർജനിച്ച് ആ മരണം ഒഴിവാക്കാൻ പറ്റുമെന്ന് പണ്ട് അമ്മൂമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്നേതൊന്നും വിശ്വസിച്ചിടാം. ആ പാവ പിടിച്ചുകൊണ്ട് മരിക്കുന്ന ആളെ ആഴ്ച കാണുന്നത് എൻ്റെ അച്ഛമാനാണ്. അച്ഛമാന്റെ മരണം ഒഴിവാക്കാൻ വേണ്ടി ഭിക്ഷ അതേ ദിവസം അയാൾക്ക് വീണ്ടും പുനർജനിച്ചോടും. നേരത്തെ വിളിച്ച സാഹചര്യം ഒഴിവാക്കിയിടുന്നാൽ മതി, കുഴപ്പമില്ല. പക്ഷേ അവിടെ വെച്ച് വീണ്ടും മരിച്ച വീണ്ടും ജനിക്കും. പക്ഷേ ഇത് ദുർമന്ത്രവാദം കാരണം ഉണ്ടായ ശക്തി ആയതുകൊണ്ട് ഇതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതിലൊന്നാണ് കൊലപാതകം കാരണം ഉണ്ടാകുന്ന ലൂപ്പ്. ആ സിറ്റുവേഷനിൽ പാവയുടെ ശക്തി കൊലയാളിക്കും കിട്ടും. അതായത് മരിച്ച ആൾക്ക് കിട്ടിയ അതേ ലൂപ്പ് കൊന്നയാൾക്കും കിട്ടും. നീ എന്ത് ചെയ്യും നമ്മള്? എനിക്കൊരു പിടിയില്ല മാത്ത. ഇതൊരുമാതിരി വല്ലാത്ത സിറ്റുവേഷനാണ്. ഞാൻ കേട്ട കഥയിലൊന്നും ആർക്കും ഇങ്ങനത്തെ അവസ്ഥ വന്നിട്ടില്ല. പിന്നെ അപ്പൂപ്പന് വേറെ മന്ത്രങ്ങൾക്ക് അറിയുന്നുണ്ട് ഇതിനെയൊന്നും ആശ്രയിക്കാതെ സാറിന് രക്ഷപ്പെടാറ്. അതുപോലാണ് ഇവൻ. മണ്ടത്തര പറയല്ലേ മാത്ത. ഈ ലൂപ്പ് ഓഫ് ആക്കി നമുക്ക് രക്ഷപ്പെടാൻ വേറെ എന്താ വഴിയുള്ളേ? ഈ ലൂപ്പ് ഉള്ളോണ്ടാണ്. അപ്പോ നിനക്ക് സാധാരണ നടക്കാത്ത എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? എടാ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേക്ക്. എന്തെങ്കിലും ശക്തിയുള്ള പോലെ, അല്ലെ കണ്ടു തന്നെ വീണ്ടും വീണ്ടും കാണുന്ന പോലെ, അങ്ങനെ എന്തേലും. ദേജാ പോലെയാണ്. ആ, ഏതാണ്ടൊക്കെ അതുപോലെ ഈ ലൂപ്പിൽ വെച്ച്. അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലേ? ഈ ലൂപ്പ് വെച്ചോ? ആ, നമ്മളിവിടെ സംസാരിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ലൂപ്പില് ഈ ലൂപ്പിൽ തന്നെ. പക്ഷെ സ്വന്തം മരണമേ അല്ലാതൊരു ഭയം തോന്നാൻ നിമിഷം യക്ഷയജമാനെ അയാളുടെ മനസ്സിൽ അന്നേരം തോന്നൊരു സമയത്തേക്ക് കൊണ്ടുവിടുന്നാണ്. എന്ന് വെച്ചാൽ അതെ, പക്ഷെ ഇതിലൊരു പ്രശ്നമുണ്ട്. ഒരിക്കലും ടൈം ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുതിയൊരു ലൂപ്പ് ഉണ്ടാവും. ഇത് കയ്യിൽ നിന്ന് പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. രവി, ഈ യക്ഷി ഇപ്പൊ നിന്നെയാണ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിനക്കതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ആ പാവ നിന്റെ കൺമുന്നിൽ ഉണ്ടാവുകയും വേണം. അത് നിന്നോട് കാണിച്ചൊരു ആൻസറിനൊക്കെ നീ ഓർക്കുകയും വേണം. ഇത് രണ്ടും നടക്കാത്തടത്തോളം ഇത് നമ്മുടെ ലാസ്റ്റ് ചാൻസ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതം നിന്റെ കയ്യില്. സൂക്ഷിച്ച്. നിനക്കതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ആ പാവ നിന്റെ കൺമുന്നിൽ ഉണ്ടാവുകയും വേണം. അത് നിന്നോട് കാണിച്ചൊരു ആൻസറിനൊക്കെ നീ ഓർക്കുകയും വേണം. ഇങ്ങോട്ടല്ല, പിന്നെ എടാ, ഞങ്ങളുടെ എല്ലാവരുടെയും ചെയ്യാൻ നിന്റെ കയ്യിലാണ്.